ഒടുവിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. കേരളത്തിൽ എൻഡിഎയും അക്കൗണ്ട് തുറക്കുമെന്ന്. കേരളത്തിൽ താമര വിരിയുമെന്നുള്ള സർവേ റിപ്പോർട്ടുകളാണ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. BJP ഉൾപ്പെടുന്ന NDA സഖ്യത്തിന്റെ മുന്നേറ്റം ഇത്തവണ ഉണ്ടാകും എന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ചില മാധ്യമങ്ങൾക്ക്. പോയ നാളുകൾ വരെ NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല, താമര വിരിയില്ല എന്ന് പറഞ്ഞവർ ഇത്തവണ സർവേക്കൊടുവിൽ പലതും തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. 35 മണ്ഡലങ്ങൾ, 17ഇടത്ത് UDF, LDF 16, NDAക്ക് ഒന്നുമില്ല. അതേസമയം കഴക്കൂട്ടത്തും തവനൂരും പൊരിഞ്ഞ പോരാട്ടമെന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. BJP ഉൾപ്പെടുന്ന NDA സഖ്യത്തിന്റെ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നത്. VDJSന് പുറമെ 2020 കൂടി എത്തിയതോടെ NDA മുന്നണി കൂടുതൽ കരുത്ത് ആർജിച്ചിരിക്കുന്നുവെന്നും BJPയിലേക്ക് കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നുമുള്ള ഒഴുക്ക് ശക്തമാണെന്നും ഇതെല്ലാം പാർട്ടിക്ക് ഗുണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മനോരമ സീ വോട്ടർ സംഘടിപ്പിച്ച സർവേയിൽ NDAക്ക് 1 മുതൽ 5 വരെ സീറ്റുകൾ കേരളത്തിൽ കിട്ടുമെന്ന് പ്രവചിക്കുന്നു. ഇതാദ്യമായാണ് മനോരമ BJPയുടെയും NDAയുടെയും വിജയം പ്രഖ്യാപിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മുരളീധരന് 1ാം സ്ഥാനവും VS സുനിൽകുമാറിന് 2ാം സ്ഥാനവും സുരേഷ് ഗോപിക്ക് 3ാം സ്ഥാനവും പ്രവചിച്ച മനോരമ പിന്നീട് അത് മാറ്റി പറയേണ്ടി വന്നു. അന്ന് മനോരമ സർവേയെ അടപടലം തകർത്ത് 74,000 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഇക്കുറിയും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് പറയാൻ മനോരമ തയ്യാറായിട്ടില്ല. പകരം തിരുവനന്തപുരം ജില്ലയിലെ 2 പ്രധാന മണ്ഡലങ്ങളിലും തൃശൂർ, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലും BJP കരുത്ത് തെളിയിക്കുമെന്ന് സർവേ വ്യക്തമാക്കുന്നു. തലസ്ഥാന ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം മാറുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് വിജയിക്കുമെന്നാണ് സർവേയുടെ പ്രവചനം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ BJPക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരന് കഴക്കൂട്ടം മണ്ഡലത്തിൽ നേരിയ വിജയസാധ്യത സർവേ കൽപ്പിക്കുന്നു. വട്ടിയൂർക്കാവിലും BJP ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. വേണമെങ്കിൽ ജയിച്ചേക്കാമെന്നും പറയുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 3 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ് പ്രവചനം. വടക്കൻ കേരളത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPക്ക് വിജയസാധ്യതയുണ്ടെന്ന് സർവേ പറയുന്നു. കാസർഗോഡ് ജില്ലയിൽ NDAക്ക് 1 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. തൃശൂർ ജില്ലയിലും BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത സർവേ തള്ളിക്കളയുന്നില്ല. തൃശൂരിലെ 13 മണ്ഡലങ്ങളിൽ ഒരിടത്ത് NDAക്ക് ജയസാധ്യതയുണ്ട്. BJP വലിയ പ്രതീക്ഷ വച്ചിരുന്ന പാലക്കാട് ഇക്കുറിയും LDFന് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ജയിക്കുമെന്ന് പറയുന്നില്ല. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളില്ലെന്നും സർവേ വ്യക്തമാക്കുന്നു. എന്നാൽ വോട്ട് വിഹിതത്തിൽ പലയിടത്തും BJP നിർണായകമായ വർധനവ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സർവേ പറയുന്നുണ്ട്. കേരളത്തിൽ UDF ഭരണത്തിലേക്ക് തിരിച്ചുവരുമെന്ന് പറയുന്ന മനോരമ സീ വോട്ടർ സർവേ ഫലത്തിൽ UDFന് 69 മുതൽ 81 സീറ്റുകൾ വരെയും LDFന് 57 മുതൽ 69 സീറ്റുകൾ വരെയും NDA 1 മുതൽ 5 സീറ്റുകൾ വരെയും പ്രവചിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിക്കുമെന്ന് മാതൃഭൂമി കോർ കേരള പ്രീപോൾ സർവേയിലെ ആദ്യ 35 മണ്ഡലങ്ങളിലെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് മാസം 23 മുതൽ 29 വരെ 31,706 സാമ്പിളുകൾ ശേഖരിച്ചാണ് മാതൃഭൂമിയുടെ സർവേ. UDFന് 17 മണ്ഡലങ്ങളിലും LDFന് 16 മണ്ഡലങ്ങളിലും ജയസാധ്യതയുണ്ട്. NDAയുടെ അക്കൗണ്ടിൽ മണ്ഡലങ്ങളൊന്നുമില്ല. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ട മണ്ഡലത്തിലും മലപ്പുറം ജില്ലയിലെ തവനൂരിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഇതിൽ കഴക്കൂട്ടത്ത് LDFന്റെ കടകംപള്ളി സുരേന്ദ്രനും NDAയുടെ V മുരളീധരനും തമ്മിലാണ് പോരാട്ടമെങ്കിൽ തവനൂരിൽ പോരാട്ടം LDFും UDFും തമ്മിലാണ്. VS ജോയാണ് തവനൂരിലെ UDF സ്ഥാനാർത്ഥി. KT ജലീൽ LDFന് വേണ്ടിയും കളത്തിലിറങ്ങുന്നു. അമ്പലപ്പുഴയിൽ UDFന് മുൻതൂക്കമെന്നാണ് സർവേ ഫലം. UDF പിന്തുണയിൽ മത്സരിക്കുന്ന CPM മുൻ നേതാവ് G സുധാകരന് വിജയസാധ്യതയുണ്ട്. പീരുമേട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സിറിയക് തോമസിന് വിജയസാധ്യത. LDFന്റെ സിറ്റിംഗ് സീറ്റാണിത്. വാമനപുരത്ത് LDFന്റെ DK മുരളിക്ക് വിജയസാധ്യത. അടൂരിൽ UDFന്റെ അഡ്വക്കേറ്റ് ശാന്തകുമാർ വിജയിക്കുമെന്ന് സൂചന. LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തേക്കും. കാസർഗോഡ് UDFന്റെ കല്ലട്ര മാഹിൻ ഹാജിക്ക് വിജയസാധ്യത. NDAയുടെ അശ്വനി ML രണ്ടാമതെത്തിയേക്കും. LDFന്റെ ഷാനവാസ് പാദൂർ മൂന്നാമതായേക്കും. ദേവികുളം LDFന്റെ സിറ്റിംഗ് MLA രാജ് നിലനിർത്തുമെന്നാണ് സൂചന. കഴക്കൂട്ടത്ത് LDFന്റെ കടകംപള്ളി സുരേന്ദ്രനും NDAയുടെ V മുരളീധരനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. നേരിയ മുൻതൂക്കം കടകംപള്ളിക്കെന്ന് സർവേ ഫലം പറയുന്നു. ചാലക്കുടിയിൽ UDFന്റെ സനീഷ് കുമാർ ജോസഫിന് വിജയസാധ്യത. ഇരവിപുരത്ത് M നൌഷാദ് മണ്ഡലം നിലനിർത്തും. വൈപ്പിനിൽ LDF സ്ഥാനാർത്ഥി MB ഷൈനി ജയിക്കുമെന്ന് സർവേ പറയുന്നു. ഒറ്റപ്പാലത്ത് LDFന്റെ K പ്രേംകുമാർ വിജയിക്കുമെന്നാണ് സർവേ. CPM വിട്ടെത്തിയ PK ശശിക്ക് ജയസാധ്യത അകലെയെന്നും സർവേ ഫലം. അരുവിക്കര LDFിൽ നിന്നും UDF പിടിച്ചെടുത്തേക്കും VS ശിവകുമാറിന് ജയസാധ്യത. കൽപ്പറ്റ മണ്ഡലം UDFന് വേണ്ടി T സിദ്ദിഖ് നിലനിർത്തുമെന്ന് സർവേ. പത്തനാപുരത്ത് LDFന്റെ KB ഗണേഷ് കുമാറിന് വിജയസാധ്യത. കല്യാശ്ശേരിയിൽ അത്ഭുതങ്ങൾക്ക് സാധ്യതയില്ല. LDF മണ്ഡലം നിലനിർത്തും. M വിജിൻ ജയിക്കുമെന്ന് സർവേ. കുന്നത്തൂരിൽ UDFന്റെ ഉല്ലാസ് കൂർ LDFന്റെ കോവൂർ കുഞ്ഞുമോനെ പരാജയപ്പെടുത്തുമെന്ന് സർവേ ഫലം. തിരുവനന്തപുരം സെൻട്രലിൽ
UDFന്റെ CP ജോണിന് വിജയസാധ്യത. മാവേലിക്കരയിൽ LDFന്റെ MS അരുൺകുമാർ മണ്ഡലം നിലനിർത്തുമെന്ന സർവേ ഫലം. ചിറ്റൂർ മണ്ഡലത്തിൽ UDFന്റെ സുമേഷ് അച്യുതന് വിജയസാധ്യത. LDFന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു ഇത്. സുൽത്താൻ ബത്തേരി മണ്ഡലം UDF നിലനിർത്തും. IC ബാലകൃഷ്ണന് സാധ്യത. അട്ടിമറിക്ക് സാധ്യതയില്ല. തിരൂരങ്ങാടിയിൽ UDFന്റെ PMA സമീർ വിജയിക്കുമെന്ന സർവേ ഫലം. കാഞ്ഞിരപ്പള്ളി മണ്ഡലം LDF നിലനിർത്തും. N ജയരാജന് ജയസാധ്യത. പോരാട്ടം കടുക്കുന്നത് തൃശൂരിൽ. LDF മണ്ഡലം UDF പിടിച്ചെടുക്കുമെന്ന സർവേ ഫലം. കോൺഗ്രസിന്റെ രാജൻ ജെ പല്ലന് ജയസാധ്യത. ചെങ്ങന്നൂരിൽ LDFലെ സജി ചെറിയാൻ ജയിക്കുമെന്ന സർവേ ഫലം. നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്തിന് വിജയസാധ്യതയെന്നും ഫലം. കയ്പമംഗലത്ത് LDFന് തന്നെ വിജയസാധ്യത. KK വത്സരാജ് മണ്ഡലം നിലനിർത്തും. പിറവത്ത് UDF അനൂപ് ജേക്കബ് മണ്ഡലം നിലനിർത്തുമെന്ന സർവേ ഫലം. തവനൂരിലാണ് പൊടിപാറും പോരാട്ടം. UDFന്റെ VS ജോയും LDFന്റെ KT ജലീലും തമ്മിൽ ബലാബലം. ജോയ്ക്ക് നേരിയ മുൻതൂക്കം. കുന്നംകുളത്ത് LDF മണ്ഡലം നിലനിർത്തും. AC മൊയ്തീന് ജയസാധ്യതയെന്ന സർവേ ഫലം. റാന്നിയിൽ LDFന്റെ പ്രമോദ് നാരായണന് ജയസാധ്യത. വൈക്കത്ത് LDFന്റെ P പ്രദീപ് ജയിക്കുമെന്നും സർവേ. കുന്നത്തുനാട്ടിൽ UDF മണ്ഡലം തിരിച്ചുപിടിക്കും. VP സജീന്ദ്രൻ വിജയിക്കുമെന്ന സർവേ ഫലം. മലമ്പുഴ മണ്ഡലം LDF നിലനിർത്തും. A പ്രഭാകരന് വിജയസാധ്യതയെന്ന സർവേ. പെരുമ്പാവൂരിൽ UDF തന്നെ വിജയിക്കുമെന്ന സർവേ ഫലം. മനോജ് മൂത്തേടന് ജയസാധ്യത. നീ പോമോനെ വിജയ, ടൈം ഈസ് ഓവർ. കാണികളെ കയ്യിലെടുത്ത രേവന്ത് റെഡ്ഡി. നീ പോമോനെ വിജയ മോഹൻലാൽ സിനിമയിലെ മാസ് ഡയലോഗുമായി തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവേശമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. നേമത്തെ സ്ഥാനാർത്ഥി KS ശബരിനാഥിനൊപ്പം നടത്തിയ റോഡ് ഷോയിലായിരുന്നു മലയാളത്തിൽ രേവന്തിന്റെ മാസ് ഡയലോഗ്. പിണറായി വിജയന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുവെന്നും കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. പിണറായി വിജയനും നരേന്ദ്രമോദിയും സഹോദരന്മാരാണ്. ഇവർ രണ്ടുപേരും ചേർന്ന കേരളത്തെ നശിപ്പിച്ചു. മോദി സഹോദരന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. പിണറായിക്ക് വോട്ട് ചെയ്യുന്നത് ഡൽഹിയിലിരിക്കുന്ന മോദിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അവർ തമ്മിലൊരു വ്യത്യാസവുമില്ല. കേരളത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ജയിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നില്ലെന്നും പരസ്പരം വോട്ട് കൈമാറാനാണ് ഇരു കൂട്ടരും ശ്രമിക്കുന്നതെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. നേമം നിയോജക മണ്ഡലത്തിലെ പൂന്തുറയിൽ നടന്ന റോഡ് ഷോയിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പങ്കെടുത്തു. ഇതിനിടയിൽ നേമത്തെ ഇടതുപക്ഷം ആവശ്യപ്പെട്ടിട്ടാണ് പിന്തുണ നൽകിയതെന്ന SDPI മത്സരക്കളം കലങ്ങി മറിയുന്നു. സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന നേമം മണ്ഡലത്തിലെ മത്സരം SDPI ഇടപെടലോടെ കലങ്ങി മറിയുന്നു. ഇടതുപക്ഷം ആവശ്യപ്പെട്ടിട്ടാണ് പിന്തുണ നൽകിയതെന്ന SDPI പരസ്യമായി സമ്മതിച്ചത് രാഷ്ട്രീയ വിവാദവുമായി കഴിഞ്ഞു. SDPIയോട് പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന് പിന്നാലെയാണ് CPM പ്രാദേശിക നേതൃത്വം പിന്തുണ തേടിയെന്ന SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് വെളിപ്പെടുത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ തന്നെ 3 സ്ഥാനാർത്ഥികളും തമ്മിൽ നടക്കുന്ന വാഗ്വാദങ്ങളും വെല്ലുവിളികളും ഇതോടെ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. പ്രവചനാതീതമായ കടുത്ത മത്സരം നടക്കുന്ന നേമത്തെ വോട്ടർമാരെ പുതിയ വിവാദം എങ്ങനെയൊക്കെ സ്വാധീനിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. നേമത്ത് SDPIക്ക് നിർണായകമായ വോട്ട് ബാങ്കുണ്ട്. ഇത് LDFന് പ്രഖ്യാപിച്ചത് മറ്റ് 2 മുന്നണികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ ഒരുപോലെ വിധി നിർണ്ണയിക്കാൻ ശേഷിയുള്ള മണ്ഡലമാണ് നേമം. BJPയെ പരാജയപ്പെടുത്താനാണ് LDFന് പിന്തുണ നൽകുന്നതെന്നാണ് SDPI നേതാക്കളുടെ വാദം. കഴിഞ്ഞ തവണയും പിന്തുണ LDFനായിരുന്നെന്നും തങ്ങളുടെ 10,000-ഓളം വോട്ടുകളാണ് V ശിവൻകുട്ടിയുടെ ജയത്തിന് വഴിയൊരുക്കിയതെന്നും SDPI നേതാക്കൾ അവകാശപ്പെട്ടിരുന്നു. SDPIയുടെ പരസ്യ പ്രഖ്യാപനം ന്യൂനപക്ഷ ഏകോപനത്തിന് ഇടയാക്കുമോ എന്നാണ് മറ്റു മുന്നണികളുടെ ആവശ്യപ്പെട്ടിട്ടാണ് പിന്തുണ നൽകിയതെന്ന SDPIയുടെ വെളിപ്പെടുത്തൽ തിരിച്ചടിയാകുമോ എന്ന ഭീതി LDFനുണ്ട്. ഇത് ഭൂരിപക്ഷ വോട്ടുകൾ അകറ്റുമോ എന്നതാണ് ആശങ്ക. വർഗീയ പാർട്ടിയെന്ന് നിരന്തരം ആരോപിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പിന്തുണ LDF തേടിയെന്നത് മറ്റു മുന്നണികൾ ചർച്ചയാക്കി കഴിഞ്ഞു. 10 കൊല്ലം മുൻപ് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ പാർട്ടി ഇന്ന് ജയിക്കാൻ SDPIയുടെ കാല് പിടിക്കുന്നുവെന്ന ആരോപണവുമായി BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. LDFന് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകോപനം ഉണ്ടായതാണ് കഴിഞ്ഞ തവണ BJPക്ക് തിരിച്ചടിയായത്. 2016-ൽ O രാജഗോപാൽ നേമത്തെ താമര വിരിയിച്ചപ്പോൾ പാർട്ടി വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷ വോട്ടുകളും ലഭിച്ചിരുന്നു. ഈ വോട്ടുകളിലാണ് ഇത്തവണയും BJPയുടെ കണ്ണ്. പരമാവധി ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിനൊപ്പം ഒരു വിഭാഗം ന്യൂനപക്ഷ വോട്ടുകളും BJP ലക്ഷ്യമിടുന്നുണ്ട്. SDPI പിന്തുണ പ്രചാരണായുധമാക്കിയാൽ ഭൂരിപക്ഷ വോട്ടുകളിൽ ഏകോപനം ഉണ്ടാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. സ്ഥാനാർത്ഥിയായി KS ശബരിനാഥൻ എത്തിയതോടെ കോൺഗ്രസ് വോട്ടുകൾ ചോരാതെ സ്വന്തം പെട്ടിയിലേക്ക് തന്നെ എത്തും. മുൻപ് ഘടകകക്ഷി സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോഴാണ് കോൺഗ്രസിൽ നിന്നുള്ള ഒരു വിഭാഗം വോട്ടുകൾ BJPയിലേക്ക് പോയത്. O രാജഗോപാലന്റെ വിജയത്തിന് ഇതൊരു ഘടകമായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ UDFും കണ്ടുവെക്കുന്നുണ്ട്. എന്നാൽ മാറി മറിയുന്ന പുതിയ സാഹചര്യം വോട്ടർമാരെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നത് പ്രവചനാതീതമെന്ന് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കളും പറയുന്നു. ഓരോ വോട്ടും സ്വന്തം ചിഹ്നത്തിൽ ഉറപ്പിക്കാനുള്ള കടുത്ത ശ്രമമാണ് നേമത്ത്. മറ്റൊരിടത്തും പ്രചരണത്തിനിറങ്ങാതെ സ്ഥാനാർത്ഥികളും പരമാവധി സ്വന്തം മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 3 പ്രമുഖർ ഏറ്റുമുട്ടുമ്പോൾ ആര് വീഴും ആര് വാഴുമെന്നുള്ളത് വോട്ടെണ്ണി അവസാനിക്കുമ്പോഴേ അറിയാനാവുകയുള്ളൂ. കേറി വാടാ മക്കളെ എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്താൽ വൈറലാകും. പിണറായി വിജയനെ വിളിപ്പിക്കാനുള്ള PR വർക്കിന്റെ നേർക്കാഴ്ചകൾ പുറത്തോ? മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിപ്പിക്കാനുള്ള PR വർക്കിന്റെ നേർക്കാഴ്ചകൾ പുറത്ത്.
പ്രമുഖ ഇൻഫ്ലുവൻസറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോഡ്കാസ്റ്റിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഷൂട്ട് ലൊക്കേഷനിൽ നിന്നും ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണിത്. ഇൻഫ്ലുവൻസറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സംഭാഷണം ഇങ്ങനെ: പോഡ്കാസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ കടക്കപ്പുറത്തെന്ന് പറയുമോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ സാറ് പറയണം, കടക്കപ്പുറത്തെല്ലാം പണ്ടല്ലേ, ഇപ്പോൾ കയറുവാടാ മക്കളെ എന്നല്ലേ. ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്താൽ വൈറലാകുമെന്ന് ഇൻഫ്ലുവൻസർ പറയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പിന്നീട് ക്യാമറ റോൾ ചെയ്യുന്നതും മുഖ്യമന്ത്രി ഇൻഫ്ലുവൻസർ പറഞ്ഞതുപോലെ അങ്ങ് അഭിനയിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. പുലിമടയിൽ കൊണ്ടുപോയി തല വയ്ക്കരുത്, മുഖ്യമന്ത്രി പിണറായി വിജയനോട് സലിം കുമാർ. പുലിമടയിൽ കൊണ്ടുപോയി തല വയ്ക്കരുതെന്ന സലിം കുമാറിന്റെ ഉപദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്. സംവാദത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചതിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പണ്ട് തോമസ് ഐസക് ലോട്ടറി വിവാദത്തിൽ സതീശനെ വെല്ലുവിളിച്ചു. സതീശൻ അദ്ദേഹത്തെ മൂക്കുകൊണ്ട് ധൃതരാഷ്ട്രർ എന്നെഴുതിച്ചു. ഇത്തവണ മുഖ്യമന്ത്രിയെ മൂക്കുകൊണ്ട് ഹൃതിക് റോഷൻ വരപ്പിക്കുമെന്നും സലിംകുമാർ പരിഹസിച്ചു. കളമശ്ശേരി നഗരസഭയിൽ UDF സ്ഥാനാർത്ഥി വി അബ്ദുൽ ഗഫൂറിന്റെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സലിംകുമാർ. മുഖ്യമന്ത്രിയുമായി നേരിട്ടുള്ള സംവാദത്തിന് തയ്യാറാണെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം വീണ്ടും രംഗത്ത് വന്നിരുന്നു. സംവാദമാകാമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. സ്ഥലവും സമയവും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ശ്രദ്ധിക്കുമല്ലോ. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാനെത്താം. പ്രതിപക്ഷ നേതാവ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ്. എന്നാൽ ഇതിൽ സംവാദമായാലോ? പ്രതിപക്ഷ നേതാവ് VD സതീശനെ വികസന സംവാദത്തിന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ക്ഷണിച്ചത് ഇങ്ങനെയാണ്: സർക്കാരിന്റെ നേട്ടങ്ങളുടെ പട്ടിക നിറച്ച റിപ്പോർട്ട് കാർഡ് പങ്കുവച്ചുകൊണ്ടാണ് അതിന്മേലുള്ള സംവാദത്തിന് ക്ഷണിച്ചത്. പ്രതിപക്ഷം സംവാദത്തിന് ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് കൊല്ലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി നിയമസഭയിൽ സംവാദങ്ങളിൽ നിന്നും അവർ ഒളിച്ചോടുകയാണെന്ന് പരിഹസിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാനെത്തും. ഫേസ്ബുക്കിൽ തന്നെ കയ്യോടി സതീശന് മറുപടി നൽകി. ബാക്കി ജനം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ സതീശൻ സംവാദത്തിന് തയ്യാറാണെന്ന് പൂർണ്ണാർത്ഥത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന സംശയവും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമൂഹ മാധ്യമത്തിലെ സംവാദത്തിനാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതെന്നും അത് പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നും അത് തുടരട്ടെ എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നാലെയാണ് നേരിട്ടുള്ള സംവാദത്തിന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ വീണ്ടും ക്ഷണിച്ചത്.